ഇന്ത്യയിൽ നിന്നും 15,000 കിലോമീറ്റർ അകലെയുള്ള ഒരു പാർലമെന്റ് ഗയാന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഹിന്ദിയാണ് പ്രതിധ്വനിച്ചത് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 10 ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി. ഇന്ത്യയിലെ ഗംഗ എന്നാണ് ഹിന്ദിയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും, അതായത് ഊപ്പർ രാജ്യസഭയും ലോവർ ലോക്സഭയും ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും ബഹുമാനപ്പെട്ട അംഗത്തിന്റെയും ശബ്ദം കേൾക്കുന്നു. എന്നാൽ ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ചയിൽ ഹിന്ദിയുടെ ശബ്ദങ്ങൾ പ്രതിധ്വനിക്കുന്നു. ഈ രാജ്യം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഗയാനയാണ്. തെക്കേ അമേരിക്കയുടെ വടക്ക് കിഴക്കൻ തീരത്താണ് ഗയാന സ്ഥിതി ചെയ്യുന്നത്. ഗയാനയിലെ ജനസംഖ്യയുടെ 40% ഇന്ത്യൻ വംശജരാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനം ഇവിടുത്തെ സംസ്കാരത്തിൽ കാണാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ പൊതുജീവിതത്തിൽ മാത്രമല്ല, പാർലമെന്റിലും ഹിന്ദി ഉപയോഗിക്കുന്നു. ഏകദേശം 210 വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമുള്ള ആളുകളെ ഇന്ത്യയിൽ നിന്ന് ഗയാനയിലേക്ക് കരാറുകാരായി കൊണ്ടുപോയി. ഒരു വിവരമനുസരിച്ച് 1917 ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള 2.4 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ കരിമ്പിൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ ഗയാനയിലേക്ക് പോയി. ബ്രിട്ടീഷ് സർക്കാർ കരാറുകാരെ കൃഷിയും അനുബന്ധ ജോലികളും ചെയ്യിപ്പിച്ചിരുന്നു. ഇന്ത്യൻ വംശജരായിട്ടുള്ള നിരവധി തലമുറകൾ നിരന്തരമായ പോരാട്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ പുരോഗതി കൈവരിച്ചു. ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട അംഗം, ബഹുമാനപ്പെട്ട വിഷ്ണു പാണ്ഡെ, ഈ സമയത്ത് ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചാൽ അത് തലത്തിലും ഏത് സ്ഥലത്തും ഞാൻ അത് ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. ഇന്ത്യൻ പാർലമെന്റിന്റെ പകർപ്പ് പോലുള്ള വാക്കുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഗയാന പാർലമെന്റിൽ ഉച്ചരിക്കപ്പെട്ടു. ഗയാന പാർലമെന്റിൽ ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടിയും തമ്മിൽ ചൂടേറിയ വാദപ്രതിവാദം നടന്നു. ഗയാനയുടെ കൃഷി സഹമന്ത്രിയും ഇന്ത്യ വംശജമായിട്ടുള്ള MP വികാസ് റാം കിസണിനോട് ഹിന്ദി സംസാരിക്കാനുള്ള കഴിവിനെ കുറിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യം ചെയ്തു. റാം കിസണിന് ഹിന്ദി അറിയില്ലെന്നും അത് മനസ്സിലാക്കാൻ പോലും കഴിയില്ലെന്നും പ്രതിപക്ഷ MP വിഷ്ണു പാണ്ഡെയും മറ്റ് MPമാരും അവകാശപ്പെട്ടു. ഈ ആരോപണത്തിൽ റാം കിസുന് ദേഷ്യം വന്നു. സ്പീക്കറുടെ അനുമതി തേടിയ ശേഷം റാം കിസുൻ ഉടനെ തന്നെ ശുദ്ധമായ ഹിന്ദിയിൽ പ്രസംഗം നടത്തി. ഗയാനയിലെ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണർ ഇതിന്റെ ഒരു വീഡിയോയാണ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.